ഓക്കെ. അപ്പോ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമ്മളെ ഇന്നത്തെ ഡേയിലെ ഒരുപാട് തിരക്കുകളിൽ നിന്നും ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ഒരു നല്ല ഫീൽ ചെയ്തൊരു ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുത്ത് റിലീസ് ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു മൊമെന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ബ്രീത്ത് എടുത്ത് റിലീസ് ചെയ്തതിനു ശേഷം വരാം. ഓക്കെ, വെരി ഗുഡ്. സോ വെൽക്കം അഗെയിൻ. ആൻഡ് നമ്മൾ എല്ലാ വീക്കിലും നമ്മുടെ മൈൻഡും ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് മാസ്റ്റർ ടോക്കിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ വീക്കിലും സാറ്റർഡേ ഈവനിങ് 7:30 ആയിരിക്കും നമ്മളെ സെഷൻസ് ഉണ്ടാവുക. വളരെ ചെറിയൊരു സെഷൻ ആയിരിക്കും, ബട്ട് നമുക്ക് കോറായിട്ട് വേണ്ട ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വരുന്നത് ലൈഫ് മാറണമെങ്കിൽ മനസ്സ് മാറണം എന്നുള്ളതാണ്. സോ ആസ് യു ഓൾ നോ, പുറത്തുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താനും ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റാറുണ്ട്. പക്ഷെ ചില ഒക്കേഷൻസിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളുടെ പുറത്തുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മളെ ഉള്ളിൽ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഇന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു ഫീൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. മെജോറിറ്റിയും ഇന്നത്തെ ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു മെയിൻ ഇഷ്യൂ അതാണ്. പുറത്തുള്ള കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നു. എന്നെ ബാക്കിയുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ, അതിനുശേഷം ഞാൻ ഹാപ്പി ആകുമല്ലോ, അപ്പൊ എന്റെ ലൈഫ് അടിപൊളിയായിരിക്കും. ഇപ്പൊ എന്റെ ജോലിയിൽ എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 10K ആണ്. എനിക്കൊരു 30K ഒക്കെ കിട്ടട്ടെ, ഒരു പ്രൊമോഷൻ ഒക്കെ കിട്ടട്ടെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതേപോലെ മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവട്ടെ എന്നിട്ട് ഞാൻ ഹാപ്പി ആവാം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നമ്മളെ പുറത്തുള്ള പല കാര്യം കോംപ്ലിക്കേറ്റഡ് ആവാറുള്ളത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടെ നമുക്ക് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എങ്ങനെ ഇതിനൊരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം. ബിഫോർ ദാറ്റ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു സംഭവം നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. നമുക്കൊരു കഥ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഷൂ കമ്പനിക്കാരന്, വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ 2 തൊഴിലാളികളെ ഒരു ഏരിയയിലേക്ക് വിട്ടു. അങ്ങനെ ആ ഏരിയയിലെത്തിയ ഒരു തൊഴിലാളി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, ഇവിടെ നമുക്ക് ഷൂവിന്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇവിടെ മുഴുവൻ ചെരുപ്പിടാത്ത ആളുകളാണ്, അതായത് ഷൂ ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഷൂ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഓക്കെ, അയാൾ ഫോൺ കട്ട് ചെയ്തു. നെക്സ്റ്റ് അടുത്ത ആൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെയുള്ള ആളുകളൊന്നും ഷൂ ധരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെ എന്തില്ല, ഒരു ഷൂ കമ്പനിയും ഇല്ല. അപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ ഗുണങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്താലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷൂ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു പറഞ്ഞു. അയാൾ പറഞ്ഞു ഓക്കെ. ഇവിടെ രണ്ടുപേരും പോയത് ഒരേ സ്ഥലത്തേക്കാണ്, ഒരേ കാര്യത്തിനാണ്. പക്ഷെ രണ്ടുപേരും ആ ഒരു സിറ്റുവേഷനെ നോക്കിക്കാണുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും. നമ്മൾ പല കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിക്കാണ് പല പ്രശ്നങ്ങളും ഉള്ളത്. ഒരു ഉദാഹരണത്തിന്, കുടിയനായ ഒരു പിതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പുത്രന്മാര്. ഈ 2 മക്കളിലും ഒരുപാട് കാലം കഴിഞ്ഞു അവർ വലിയ ആളുകളായി. അങ്ങനെ ഇവരുടെ അടുത്ത് വന്നിട്ട് ഒരാള് ഭയങ്കര കുടിയനാണ്, ഭയങ്കരമായിട്ട് മദ്യപിക്കും. മറ്റേ ആള്, അദ്ദേഹം എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് മദ്യപാനൊന്നും ഇല്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ആയ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇയാളുടെ അടുത്ത് ഒരാള് ക്യൂരിയോസിറ്റിക്ക് രണ്ടുപേരോടും ചോദിച്ചപ്പോ രണ്ടുപേരും പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എന്റെ പിതാവാണ്. സി, സിറ്റുവേഷൻ എന്താ, പിതാവ് ലിക്കർ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യുന്ന ആളാണ്. ഒരു മകൻ അതേ പാത, എന്റെ പിതാവ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനും ഇങ്ങനെ. പക്ഷെ മറ്റേ ആള്, അയാൾ ചിന്തിച്ച രീതി, ആ ഒരു വേ ഓഫ് തിങ്കിങ്ങിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് നമ്മളെ ലൈഫ് ഇവിടെ ബ്യൂട്ടിഫുൾ ആവുന്നത്. ശരിക്കും നമുക്ക് വരുന്ന ചലഞ്ചസിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിലൂടെ നോക്കണം എന്നുള്ളതാണ്. എനിവേ, ഇതിന്റെ ഒരു സയന്റിഫിക് വശം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡെയിലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ഡെയിലി ചിന്തയിൽ വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഹാബിറ്റ് ആയിട്ടും
നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ആയിട്ടും നമുക്ക് വരുന്ന ഹാപ്പി മൊമെന്റ്സ് ആയിട്ടും ബാഡ് മൊമെന്റ്സ് ആയിട്ടും ഒക്കെ വരുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പോസിബിൾ ആണോ എന്നുള്ളത്. യെസ്, ദിസ് ഈസ് പോസിബിൾ. ദിസ് ഈസ് കോൾഡ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അതായത് നമ്മളെ മൈൻഡിൽ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മൾ എല്ലാ ദിവസവും നമ്മളടുത്ത് പോയിട്ട് നീ ഭയങ്കര മോശാട്ടോ, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, നിനക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരും. നമ്മൾ പല കാര്യങ്ങളിലും ബാക്ക്ഔട്ട് ആവും. നമുക്കൊന്നിനും ആ ഒരു എനർജി ഫീലിംഗ് കിട്ടൂല. നേരെ മറിച്ച് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കുക. നീ ഭയങ്കര അടിപൊളിയാട്ടോ, നീ എല്ലാ കാര്യത്തിനും നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, നിനക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞ് മാറ്റി വെക്കുന്ന പല കാര്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ള ആ ഒരു ഫീലിലേക്കെങ്കിലും നമുക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചാല് കുറച്ചെങ്കിലും നമുക്ക് വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുക എന്നുള്ളതാണ്. എനിവേ, വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളൊരു പാർട്ട് എനിക്ക് പറയാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം, ഞാനിപ്പോ ഒരാളോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ജസ്റ്റ് ഇവിടെയുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഞാൻ പറയാം, നിങ്ങൾ നാളെ ഈവനിങ് ആകുമ്പോഴത്തേന് എനിക്കൊരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യണം, മനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോ കംപ്ലീറ്റ്ലി നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ആളെനിക്ക് സഡൻ റെസ്പോൺസ് വരും, നടക്കൂല വേണം, ഇതെന്താണ്, നാളെ ഈവനിങ്ങിനേക്കൊന്നും ഈ ഒരു സംഭവം എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, അപ്പൊ തന്നെ പറയും. പക്ഷെ മറ്റേ ആൾ എന്തായിരിക്കും, പോസിറ്റീവ് ഒരു ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടാവും. ഇത് നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവമാണ്. ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നോ, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്ക് പണ്ടൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ടീച്ചേഴ്സ് പെട്ടെന്ന് സഡൻ ആയിട്ട് പേപ്പർ എടുത്തേ നമുക്കൊരു എക്സാം എടുത്താം. എക്സാമോ? ആ ഒരു സംഭവം അല്ലേ, ആ ഒരു സംഭവം നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാ. അതേപോലെ നമുക്ക് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, എന്നെ കൊണ്ട് കഴിയൂല കേട്ടോ, ആ പരിപാടി എന്നെ കൊണ്ട് കഴിയൂല. ഈ ഒരു സംഭവത്തിനെ നമുക്കൊന്ന് റീഫ്രെയിം ചെയ്യാം. അതായത് ഞാനൊന്ന് ചെയ്തു നോക്കിയാലോ, ചിലപ്പോ ശരിയായാലോ, ഒന്ന് ചെയ്തു നോക്കട്ടെ, എന്നിട്ട് കഴിയൂലെങ്കിൽ എന്ത് ചെയ്യാം ഞാൻ പറയാം. ഇവിടെ നമുക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട് അല്ലെ. മറ്റുള്ള ആൾക്കാരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന അത്ര പോലും നമ്മൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് നെഗറ്റീവ് അടിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് നമ്മൾക്ക് കൊടുക്കുന്ന ആ ഒരു വാല്യൂ ഇല്ലേ, ആ ഒരു വാല്യൂ മാത്രം മതി നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ശ്രമിച്ചു നോക്കാം. കഴിയാത്ത കാര്യങ്ങൾ പോലും എന്ത് ചെയ്യാം, ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ്. സോ ഇതിന് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിനെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരൊറ്റ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാല് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നിങ്ങളെ മൈൻഡിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാം. നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, പാസ്റ്റിൽ നടന്ന കുറെ ട്രോമാസ് ഉണ്ടാവും, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, ഒരിക്കലും നടക്കില്ല 91% ഉറപ്പുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എന്തൊക്കെ നമ്മളെ മൈൻഡിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. എന്നിട്ട് വെറുതെ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം, ഇതെനിക്ക് യൂസ്ഫുൾ ആണോ, ഇതെനിക്ക് നെഗറ്റീവ് ആണോ തരുന്നത്, ഇതെനിക്ക് പോസിറ്റീവ് ആണോ തരുന്നത്, ജസ്റ്റ് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം. സോ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഏറ്റവും കൂടുതൽ നമ്മളുമായിട്ട് കണക്ട് ആവുന്ന ഒരു മൊമെന്റ് ആണ് ഫ്രീ ആയിട്ട് മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത്. സോ സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഇരിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക, വേറെ ഒരു കാര്യത്തിലും എൻഗേജ്ഡ് ആവാതെ, ഒരു ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ആ ഒരു മൊമെന്റിൽ ഇരിക്കുക എന്നുള്ളതാണ്. സോ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ മാസ്റ്റർ ടോക്കിൽ പറയാനുള്ളത്. ആൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു മാസ്റ്റർ ടോക്ക് എന്താണെന്നുള്ളത്. ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.